തെന്നിന്ത്യൻ സൂപ്പർ താരം പ്രഭുദേവയും താരസുന്ദരി സണ്ണി ലിയോണും ഒരുമിച്ചെത്തുന്നു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഓണാഘോഷം. ഈ വരുന്ന തിങ്കളാഴ്ച അവിട്ടം ദിനത്തിൽ വൈകുന്നേരം 6:30 മുതൽ ഫ്ലവേഴ്സിൽ. ഞാനീ പണിയെടുത്ത് തടി കുറയണല്ലാണ്ട് ആവണിയുടെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നണില്ല. അവളുടെ മനസ്സ് മാറണമെങ്കിൽ ഞാനല്ല അവളുടെ ജോലി കളഞ്ഞെന്ന് അവൾക്ക് വിശ്വാസം വരണം. മായ എന്നെ ആവണിയോട് ഉള്ള സത്യം മൊത്തം പറയണം, എന്നാലേ ആവണി വിശ്വസിക്കും. ഇത് വെറുതെ പണിയെടുത്ത് ഒരു അവസാനമില്ല. വയലൻസ് വഴി മായയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ല. ഇനി വേറെന്തെങ്കിലും വഴി നോക്കണം. അർജുന, മായ എന്നാ വരുന്നേ? മമ്മി ഓണത്തിന് വരുമല്ലോ. ഓ, എന്താ മോഹനേട്ടാ? എനിക്ക് അവളോട് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട്. എന്ത് കാര്യങ്ങള്? അതൊക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങനെ ചുമ്മാ വിടാൻ പറ്റുമോ? ഞാൻ എല്ലാം മായനോട് പറയാന്ന് വിചാരിച്ചു. മോഹനേട്ടാ? എന്താടാ? ഒന്നുമില്ല. എന്തിവിടെ നിക്കണേ? ഇവിടെ തുടച്ച് വൃത്തിയാക്കി ഇടണ? എന്നപ്പോ ത്രിവേണി, ഓണത്തിന് മുന്നെങ്കിലും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കണം. ഓണത്തിന് മായ വരുമെന്നാ അർജുൻ പറഞ്ഞു. ഞാൻ മായായിട്ടും സംസാരിക്കട്ടെ. ഏട്ടൻ സംസാരിച്ച ഞങ്ങളുടെ കാര്യം നടക്കുവോ? എന്തു പറ്റി ത്രിവേണി? അല്ല ഏട്ടാ, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഏട്ടൻ പറഞ്ഞാൽ നടക്കുമെന്ന്. കാര്യങ്ങൾ അർജുനോ അല്ലെങ്കിൽ കിഷോറേട്ടനും പറയുന്നതല്ലേ നല്ലത്. ഒന്നാമതേ മോഹനേട്ടന് ആ മായ്മക്ക് തീരെ ഇഷ്ടമല്ല. അതൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ ഞാൻ തന്നെ സംസാരിക്കണ്ടേ? അത് വേണം. എന്നാലും സാരമില്ല. ഞാൻ എന്തായാലും മായ വരുമ്പോ അവളോട് സംസാരിക്കാൻ വേണ്ടിയിരിക്കുക. മായ പറയാതെ ആവണി എന്നെ വിശ്വസിക്കില്ല. മായ തന്നെ പറയണം മായയാണ് ആവണിയുടെ ജോലി കളഞ്ഞെന്ന്. എന്നാലേ ആവണി വിശ്വസിക്കും. ഏട്ടൻ ജോലി കളഞ്ഞ കാര്യത്തെ പറ്റിയാണ് പറഞ്ഞേ? പിന്നെ അല്ലാതെ ഞാൻ വേറെന്ത് പറയാനാ? ആ, ഇത് ഏട്ടൻ തന്നെ സംസാരിക്കുന്ന നല്ലത്. ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ചു. നീ വേറെന്തൊക്കെ ആലോചിച്ചു? ആ, അതൊന്നുമില്ല. ഏട്ടൻ എന്താ മായ്മേനോട് പറയാൻ ഉദ്ദേശിക്കുന്നേ? ആവണിയുടെ സത്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ. ഏട്ടാ, ആ മായ്മേനെ ദേഷ്യപ്പെടുത്തുന്ന ഒരു സംസാരവും പെരുമാറ്റവും ഏട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. മാക്സിമം അവരെ സോപ്പിട്ട് നമ്മുടെ കയ്യിലാക്കണം. എന്നാലേ മോഹനേട്ടന്റെ കാര്യം നടക്കൂ. ക്ഷമ അത് വളരെ അത്യാവശ്യമാണ്. അവരെന്ത് പറഞ്ഞാലും തെറ്റുവെച്ച് പോയതാന്ന് പറഞ്ഞേക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ അവരെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിക്കാൻ പറ്റുള്ളൂ. എന്തായാലും അവള് വരട്ടെ, ഞാൻ സംസാരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ നിങ്ങളെല്ലാരും ഇങ്ങോട്ട് ഞാൻ വിളിച്ചത്. ആവണി, ഞാൻ നിന്നോട് വലിയൊരു തെറ്റ് ചെയ്തു. അത് മായമൊക്കെ നിന്നോട് ഏറ്റു പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യണം. ആവണി സസ്പെൻഷനിലാവാൻ കാരണം മോഹനല്ല,
ഞാനാണ്. ഞാൻ ചെയ്തത് വലിയ തെറ്റാന്ന് എനിക്കറിയാം. ആവണിക്ക് ആവണ്ട ജോലി ഞാൻ തിരികെ വാങ്ങിച്ചിരും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഈ മായമ്മ ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ പിൻവലിച്ച് ആവണി ഉടനെ തന്നെ അവരെ തിരികെ ജോലിക്ക് വിളിക്കും. ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. സന്തോഷമായിട്ട് ജീവിക്കണം. ഞാൻ കാരണം ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് എനിക്കിവിടുന്ന് സമാധാനമായിട്ട് പോകാമല്ലോ. അവണി മോളെ, സോറി മോളെ. മായമ്മയോട് ക്ഷമിക്കില്ലേ മോള്? മോഹന, സോറിടാ, തെറ്റുപറ്റിപ്പോയി. സോറി. ആവണി മോളെ, നീ ഇനി വിഷമിക്കരുത്, കരയരുത്. നിന്റെ ജോലി ഉടനെ തന്നെ തിരിച്ചു കിട്ടും. ഈ മായമ്മയല്ലേ പറയുന്നത്. നോക്ക്, മായമ്മയുടെ ദേഷ്യമൊന്നും ഇല്ലല്ലോ. ആ അഞ്ജു, ഞാനും ആവണി തമ്മിൽ ഇനി മുതൽ ഒരു പ്രശ്നവും. അല്ല, അതിൽ നിനക്കെന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? എനിക്ക് എന്ത് ഇഷ്ടക്കേട് മായമ്മ? ഞാൻ എല്ലാം വിട്ടു. എനിക്ക് എല്ലാരും ഹാപ്പി ആയിട്ടിരുന്നാ മതി. മോഹന, ഇതല്ലേ നീ ആഗ്രഹിച്ചത്? എല്ലാത്തിനും നന്ദിയുണ്ട്. നന്ദിയൊക്കെ എന്തിനാടാ? നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരുന്നാ മതി. അതാണ് എന്റെ സന്തോഷം. കിഷോർ, എല്ലാം ഓക്കെ അല്ലേ? അർജുൻ, ഹാപ്പി അല്ലേ? അഞ്ജു, എടി ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇനി നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ? ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല പ്രകാശേട്ടാ. അല്ലെങ്കിൽ തന്നെ ഏട്ടത്തിയായിട്ട് എനിക്ക് എന്താ പ്രശ്നം? ഞാൻ കാരണം ഈ വീട്ടില് ആരുടെ സന്തോഷം ഇല്ലാണ്ടാവില്ല. അതിന്റെ വാക്കാ പ്രകാശേട്ടാ. ഇനിയുള്ള നാള് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാം. എന്റെ അമ്മേ, എന്റെ അച്ഛ, എന്റെ അപ്പൂപ്പ, ഭയങ്കര വെയിറ്റ്. ഇതെന്താണ് ബാക്ക് ആയിട്ടില്ലാരും? പണ്ട് ഇവിടുന്ന് ഒരാൾ ഓടിപ്പോയില്ലേ? ഇവിടെന്നാ? ആ ആളെ തിരിച്ച് ഇവിടെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ. ഇതാണ് ഞങ്ങളുടെ അമ്മ.
പണ്ടിവിടെ ആയിരുന്നു താമസം. എന്തോ പ്രശ്നം കാണണം ഇവിടുന്ന് താമസം മാറ്റി. ഇപ്പൊ ഒരു പ്രശ്നമില്ല എന്ന് അമ്മ പറയുന്നത്. അതുകൊണ്ട് തിരിച്ചിവിടെ തന്നെ താമസം മാറ്റാന്ന അമ്മയുടെ ആഗ്രഹം. അതിന് അച്ഛനോല എതിർപ്പുണ്ടോ? വാ മാളു, നമുക്ക് പോവാം. വെറുതെ എന്തിനാ ഇവിടെ നമ്മളൊരു കട്ടുറുമ്പ് ആവുന്നേ. അപ്പൊ ഏട്ടാ ചേച്ചി വീണ്ടും ഒരു ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ് അച്ഛാ. ഹാപ്പി മാരീഡ് ലൈഫ്. വാ. ശരി. കിടക്കുന്നില്ലേ? കിടന്നോളൂ. വിരിക്കണ്ടേ? ഞാൻ വിരിക്കാം. വേണ്ട, ഞാൻ വിരിക്കാം. വിരിച്ചോളാം. ഇവിടെ കിടക്കണം. അപ്പുറത്താ. ആ, അവിടെ. അപ്പൊ ഞാൻ അപ്പുറത്താ. ഓ, ഫാൻ സ്പീഡ് വേണം. കുഴപ്പമില്ല. പായസം ഒരു കൂട്ടം ഉണ്ടാക്കിയാൽ മതിയോ? ഇതുങ്ങളൊക്കെ കുടിക്കുവോ? 2-3 ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് ഒന്നെന്തേലും ചെയ്യാം അല്ലേ? ഓണായിട്ട് ആരും റെഡിയാ വേണ്ടിരിക്കണേ. കുളിച്ചിട്ട് പോലും ഇല്ലല്ലേ. അച്ഛാ മൂടില്ല അച്ഛാ. മൂടൊക്കെ ഉണ്ട്. അയ്യേ പോയി കുളിക്കാൻ നോക്കിയടാ. പോയി ചെല്ലേ കുളി. അച്ഛാ, ഞങ്ങളോട് മാത്രം പറയാതെ ഇവരോടും കൂടി പറ. ദാ അമ്മ വിളിച്ചിട്ടില്ല. നീ നിന്റെ കാര്യം നോക്ക് കേട്ടാ. പോയി കുളിച്ച് വൃത്തിയായി ഓണക്കോടി എടുത്തിട്ട് എന്നിട്ട് നിങ്ങളുടെ അമ്മയെ പോലെ നല്ല ഐശ്വര്യമായിട്ടുള്ള അത്തപ്പൂക്കളോട്. അയ്യേ ക്രിഞ്ച് ക്രിഞ്ച്. അച്ഛാ സഹിക്കാൻ വയ്യ സത്യമായിട്ടും. സ്കൂളുണ്ടായിരുന്നെങ്കിൽ സ്കൂളിലെങ്കിലും പോവായിരുന്നു. ഇതൊന്നും കേക്കണ്ടായിരുന്നല്ലോ. ആ മതി മതി, എല്ലാരും പോയി കുളിക്കാൻ നോക്ക് ചെല്ലി. കുറച്ച് ഓവറായി പോയല്ലേ? കുറച്ചൊന്നുമല്ല, നല്ല രീതിക്ക്. ഞാൻ ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ. നിങ്ങളും ചെന്ന് ഫ്രഷ് ആവും. പിന്നെ നോക്കൂലേ? നോക്കാം. ഇതിനൊരു അവസാനം ഇല്ലേ? ഉള്ളം നിറയെ പൂക്കൾ വിതറും ചിങ്ങപ്പൂക്കാരി നിന്നെ കണ്ടല്ലോ. തപ്പും തകിലും താളം തുടിയും ഓരോ മുറ്റത്തും കൊട്ടി കേട്ടല്ലോ. പൂപ്പാട്ടുകളോടെ പൂത്തുമ്പികൾ പോലെ മനസ്സു നിറഞ്ഞു കളിച്ചു ചിരിച്ചു കൊണ്ടാടിയിടേണ്ടേ ഓണക്കാലം. മാളും അമ്മയും ത്രിവേണിയൊക്കെ എവിടെ? അവരൊന്നും കാണുന്നില്ല. അവരൊക്കെ വരും അച്ഛാ. വന്നാ മതി. ഓനാ നിങ്ങൾ വീണ്ടും പിണങ്ങിയാ? പൂക്കൾ ഇങ്ങനെ ഒരുങ്ങി കാണണമെന്നാണോ കഴിഞ്ഞ ദിവസം ആഗ്രഹം പറഞ്ഞത്? ദൂരെ നാട്ടീന്നും പൂവെത്തുന്നേ. എന്താ നോക്കിക്കുന്നേ? പൂവിട് ബാക്കി അവിടേക്ക് ഫില്ലേ. കൂടുമ്പോ ഓണക്കാലം ഉള്ള
ഉള്ളം നിറയെ പൂക്കൾ വിതറും ചിങ്ങപ്പൂക്കാരി. നിങ്ങൾ എല്ലാരും നിൽക്ക്, നമുക്കൊരു സെൽഫി എടുക്കാം. കൊമ്പത്തേതോ പൂവിൻ പൂരമൊന്നും കാണുന്നില്ലേ ചൊല്ലു കുമ്മാട്ടി കൂത്താടേണ്ടേ. എടിമാളു, എല്ലാരും ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? എനിക്കിത് എന്തെങ്കിലും ഒന്ന് എടുത്ത് അരിഞ്ഞു വെച്ചാൽ എന്താ? കുറച്ചു നാളെ കഴിഞ്ഞ് എവിടെയെങ്കിലും പഠിക്കാൻ പോകുമ്പോഴേ അമ്മ പുറകെ വന്ന് ഉണ്ടാക്കി തരില്ല. അന്ന് വല്ലതും അരിഞ്ഞ് പഠിക്കാൻ നോക്കും. വാ ഇങ്ങോട്ട്. എന്താ അവണി ഇത്? ഈ കഴിഞ്ഞ ദിവസമല്ലേ നിന്റെ കൈ മുറിഞ്ഞത്, ഓർമ്മയില്ലേ? അത് ചെറിയൊരു മുറിവല്ലേ മോനേട്ടാ, എന്ന് കരുതി ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെറിയ മുറിവ് വേദനിക്കുന്ന എനിക്കല്ലേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും പേര് ഇവിടെ ഇല്ലേ, ഞാനില്ലേ, പറഞ്ഞാ പോരെ, ചെയ്തു തരില്ലേ? ഏട്ടന് അപ്പുറത്തെങ്ങാനും പോ, ഇത് ഞങ്ങൾ ചെയ്തോളാം. അല്ല, എന്റെ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ വേണ്ടി വരില്ലേ? ഏട്ടൻ പോവാൻ നോക്ക്. മോളെ ആവണി, നീ അവനെ വിളിച്ചോണ്ട് പോയേ, അല്ലെങ്കിലേ അവൻ ഇവിടെ നിന്ന് കറങ്ങും. ഇവിടുത്തെ ജോലി ഞങ്ങളൊക്കെ നോക്കിക്കോളാം. ചെല്ലേ. അച്ഛന്റെ പേര് മോഹൻകുമാർ എന്ന് മാറ്റി കെയറിംഗ് കുമാർ എന്നാക്കേണ്ടി വരുമോ? കൈ വിടടാ. ഇനി ഞാൻ സംസാരിക്കട്ടെ. എല്ലാരും താഴെയുണ്ട്, കൈ വിട്. അതൊക്കെ എനിക്കറിയാം. ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. കുറച്ചു മുമ്പ് താഴെ വെച്ച് കളിയാക്കാൻ കൂടെ ഉണ്ടായിരുന്നല്ല. നടക്കട്ടെ നടക്കട്ടെ, നമുക്ക് രണ്ട് വീട്ടുകാരോട് സംസാരിച്ച് റെഡിയാക്കാം. എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടെങ്കിൽ ഓണത്തെക്കുറിച്ച് എൻ്റെ ഒരു പഴയ ഓർമ്മ പറയാം. വേണ്ട അപ്പൂപ്പ, എല്ലാ ഓണത്തിനും അപ്പൂപ്പ ഒരു കഥയല്ലേ പറയുന്നത്. മഹാബലിയുടെ വാമനന്റെ കഥയല്ലേ, അത് ഞങ്ങൾക്ക് അറിയാം അപ്പൂപ്പ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു പാട്ട് പാട്. ഞാനൊരു പാട്ട് പാടാം. നീ പാട്ടൊക്കെ പാടോ? ഇനി അച്ഛന്ന് കേക്കച്ചാ എന്നാ പാട്, നോക്കട്ടെ. Very many, Jenny highly, 10 to 7, standing on in summer. Big stepper, underground methods, top notch hoes get the most, not the lesser. Straight terror, protect to your arrows, pushing girls to baby, got the product you can measure. ഇതിലെവിടെയാടാ ഓണപ്പാട്ട്? ഓണപ്പാട്ടൊന്നല്ല, റാപ്പാണ്. എന്നാ ഓണപ്പാട്ട് ഞങ്ങൾ പാടാം അല്ലേ ദേവു? പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളി മോഹം കണ്ണിൽ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. മതി മതി, ഇനി എല്ലാരും ഭക്ഷണം കഴിച്ചിട്ടാവും പരിപാടിയൊക്കെ.
നാട്ടുപൂക്കൾക്കൊപ്പം ചേരാൻ ദൂരെ നാട്ടീന്നും പൂവെത്തുന്നേ. തുള്ളിത്തുളുമ്പും ഉല്ലാസമോടെ എല്ലാം മറന്നു നമ്മൾ ഒരു മനമായി ഒരു കുട തൻ തണലിന് താഴെ കൂടുമ്പോ ഓണക്കാലം.